അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ, ഒരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗ്. ഞങ്ങൾ പെരുന്നാൾക്കുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ബസ്സിലിരുന്ന് നേരെ എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഈസ്റ്റ് ഫോർട്ട് പഴവങ്ങാടി രാമചന്ദ്രയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ അവിടെ പോയി നിന്നപ്പോൾ അവരെ കാണാനില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവരെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേനും ഈ ഈവനിങ് ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. അവർ വന്നപ്പോഴത്തേനും ഞങ്ങൾ മൂന്നാളും കൂടെ രാമചന്ദ്രനിൽ സാരിയുടെ സെക്ഷനിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സാരി ഒക്കെ നോക്കി എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാരിയൊക്കെ നോക്കി സാരിയൊക്കെ മേടിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേനും നോമ്പ് തുറക്കാനുള്ളൊരു ടൈം ആയിട്ടുണ്ട്. അങ്ങനെ നോമ്പ് തുറക്കാൻ എവിടെ പോകും എന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് മഹാബോളി കണ്ണിൽ കണ്ടത്. അങ്ങനെ അങ്ങോട്ട് കയറി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ട് നോമ്പ് തുറക്കാനായിട്ട് പാലട പ്രഥമനും മഹാബോളിയും കഴിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം കണ്ടോളൂ. അങ്ങനെ ഞങ്ങൾ ഈ പാലട പ്രഥമനും മഹാബോളിയൊക്കെയാണ് നോമ്പ് തുറക്കാനായിട്ട് കഴിച്ച് മത്ത് പിടിച്ച് അവിടെ നിന്നിട്ട് ഞങ്ങൾ നേരെ പോയത് അടുത്തുള്ളൊരു കുട്ടി ഷോപ്പിലാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, ചുരിദാറെന്ന് ചോദിച്ചപ്പോൾ അവരെടുത്ത് തന്നത് ഇതാണ്. അങ്ങനെ ഈ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. തൊട്ടടുത്തുള്ള രാമചന്ദ്രനിലോട്ട് കയറുന്നതിന് മുമ്പേ നമ്മളെ ഉള്ളിലൊരു സംഭവമുണ്ട്, ഇവിടെ ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ കയറിയിട്ട് ഒന്നും ഇഷ്ടപ്പെടത്തില്ല എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് അടുത്തുള്ള രാമചന്ദ്രൻ്റെ ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ട് പോയി. അവിടെയും ഞങ്ങൾ കുറേ നോക്കി. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്, പക്ഷേ റേറ്റ് കാരണം ഒന്നും എടുത്തില്ല. എന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ബർഗർ ബ്രോസ്റ്ററിലോട്ട് പോയി. അവിടെ പോയിട്ട് നമ്മൾ ബർഗറും ഷവർമയും ഷവായിയും പിന്നെ ഒരു ലൈം ടീയും ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെയോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ താറ്റി കുറേ നേരം ഇരുന്നു. കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സമയം കുറേ പോയി. അങ്ങനെ സമയം കഴിഞ്ഞപ്പോഴത്തേനും എവിടെ പോയി ഡ്രസ്സ് എടുക്കും എന്നൊക്കെ ആലോചന തുടങ്ങി. അങ്ങനെ ഞങ്ങൾ MOTയിൽ തന്നെ സ്റ്റുഡിയോയിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് ഡ്രസ്സ് ഈ പെരുന്നാൾക്കുള്ളൊരു ഡ്രസ്സ് എന്നുള്ള രീതിക്കൊന്നും നമ്മളെ കണ്ടില്ല. അങ്ങനെ നമ്മൾ ഈ പറയുന്ന കണക്ക് കുറച്ച് നേരമൊക്കെ നിന്ന് സ്റ്റുഡിയോയിൽ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കൂലേ, അതുപോലെ കുറേ നേരം നിന്ന് കറങ്ങി എന്തൊക്കെയൊക്കെയോ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എന്തൊക്കെയൊക്കെയോ വാങ്ങിച്ചു മേടിച്ചിട്ട് ഞങ്ങൾ ചെരുപ്പിൻ്റെയൊക്കെ സെക്ഷനിൽ പോയി നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീട്ടിലിടുന്ന ചെരുപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്നും തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര കട്ടിയാണ്. ഈ വീട്ടിലിടുന്ന ഗേൾസിൻ്റെ വുമൻസിൻ്റെ ചെരുപ്പിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര കട്ടിയാണ്. എന്നിട്ട് ഞങ്ങൾ ഈ ജെൻസിൻ്റെ സെക്ഷനിലൊക്കെ ഒന്ന് കിടന്ന് കറങ്ങി അവിടെ നിന്നാണ് നമ്മൾ ഡ്രസ്സ് എടുക്കുക. എന്നിട്ട് അവിടെ നേരെ ഈ ഒരു സെക്ഷനിലോട്ട് പോയി. ഇവിടെ ഈ മേക്കപ്പിൻ്റെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന സെക്ഷനിൽ നമ്മൾ വലുതായിട്ട് കയറാറില്ല, പക്ഷെ അവിടെ കാണാൻ നല്ല ഭംഗിയാണ്. എന്നാലും നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങാറില്ല. പൊതുവേ അങ്ങനെ ആണല്ലോ, നമ്മുടെ സ്റ്റുഡിയോയിൽ മേക്കപ്പ് പ്രോഡക്റ്റ്സ് മേടിക്കാൻ മടിക്കില്ലേ. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഐസ്ക്രീമൊക്കെ മേടിച്ചു, കഴിച്ച് കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് എന്താ നമ്മൾ ഇത്രയ്ക്ക് വാങ്ങിച്ചെന്നൊക്കെ കണക്കൊക്കെ കൂട്ടി ആലോചിച്ച് വിഷമിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ ഇന്നലത്തെ ഇതിൻ്റെ ഷോപ്പിംഗ് കൂടി പോയിട്ട് രാത്രി ലേറ്റായിട്ടാണ് വന്നത്. ലാപ്ടോപ്പ് രാമചന്ദ്രൻ ഫുള്ള് കംപ്ലീറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇഷ്ടമായില്ല. നോർമലി ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ ഡ്രസ്സുകൾ അങ്ങനെ മേടിച്ച് സ്റ്റുഡിയോ കഴിഞ്ഞ് വേറൊരു ഷോപ്പിൽ പോയാൽ ഒന്നും എടുക്കാനായിട്ട് വലിയ കഴിവില്ല. ഈ ഓൺലൈനായിട്ട് എന്തെങ്കിലും മേടിച്ചാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ ഓൺലൈനായിട്ട് മേടിക്കണമെന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ്. എന്നാൽ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഓർഡർ ചെയ്യാൻ വിട്ടുപോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആ സമയത്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ടൈം എന്തായാലും ഇനി ഓർഡർ ചെയ്ത് കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോയി എടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടാണ് എന്തായാലും നല്ല ഡ്രസ്സ് കിട്ടുന്നത്. നല്ല ഡ്രസ്സ് ഉദ്ദേശിക്കുന്നത് ഈ ചുറ്റാറ് അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ മേടിച്ചുകൊണ്ട് പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞു കിട്ടുന്നത്. പക്ഷേ സാഹചര്യത്തിൻ്റെ ഈ ഓരോ തടസ്സങ്ങൾ മൂലം നല്ല ഡ്രസ്സൊന്നും വെച്ചില്ല. പുതിയോട് ഈ എപ്പോഴും സാധാരണ രീതിയിൽ തന്നെയാണ് വാങ്ങുക.
അത് ഇങ്ങനത്തെ ഒരു ടീഷർട്ട് ഇതിങ്ങനെ സിബ് വരും. അത് ജെൻസിൻ്റെ എടുത്തത്. സാധാരണ അങ്ങനെ തന്നെയാണ് ടീഷർട്ട് എല്ലാം ഈ ജെൻസിൻ്റെ സെക്ഷനിലാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് ഫീൽ ചെയ്ത് അവിടെ നിന്നാണ് എടുക്കുന്നത്. ഇതിന് ഒരു 399 ആണ്. ഇതിന് സിബ് വരും. ഇടയ്ക്ക് അജിയോയിൽ ഞാൻ ഇതുപോലത്തെ ഒരു ടീഷർട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടീഷർട്ട് ഇതിലിങ്ങനെ ബാക്കിൽ ഇപ്പോൾ ഇതാണല്ലോ ഇങ്ങനെ കിട്ടുന്നതാണല്ലോ ഫ്രണ്ട് ബാക്കിൽ ഇങ്ങനെ വരും. ഈ ഫ്രണ്ടിൽ കുറച്ചല്ലേ. അപ്പോൾ ഈ ഒരു ടീഷർട്ട് 199 ഈ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ജെൻസിനാണ്. ഇത് ഭയങ്കരമായിട്ട് ഞാനൊരു ഡബിൾ എക്സലാണ് എടുത്തത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഇങ്ങനെ ബീച്ച് വൈറ്റ് ടീഷർട്ട് നല്ല ഇഷ്ടപ്പെട്ടതാണ്. ഒരു ബാക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു നല്ല രസമുണ്ട്. അത് ബീച്ച് വൈറ്റ് നോക്കിയിട്ടുള്ളത് നല്ല ഓവർ സൈസ്ഡ് ആയിട്ട് കിട്ടാൻ ഞാൻ ഡബിൾ എക്സലാണ്. ഓൾമോസ്റ്റ് ഇതെല്ലാം ഓവർ സൈസ്ഡ് പോലെ തന്നെ ആണ്. ഓവർ സൈസ്ഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഈ ഷോൾഡർ ലെങ്കിന് കുറച്ചുകൂടി താഴത്തോട്ട് ഇങ്ങനെ നിൽക്കില്ലേ. പിന്നെ ഞാൻ ഡ്രസ്സായിട്ട് അത്ര എടുത്തുള്ളൂ. പാൻസ് ഒന്നും അവിടുത്തെ പാൻസ് ചിലതൊക്കെ അങ്ങനെ മറച്ചു. ഇപ്പം ഒരു ഗ്രേ കളർ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ സൈസ് 30 ആണ്. 30 അവിടെ ഇല്ല. നമ്മൾ എടുക്കണമെന്ന് വിചാരിച്ചു പോയാൽ സാധനം കാണില്ല. അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ 49 വന്നിട്ട് 49 റുപ്പീസിനൊക്കെ കൊടുത്തിരുന്ന വീട്ടിൽ ഇടാനായിട്ട് ഇങ്ങനത്തെ ഞാനൊരു 3 സോക്സ് ഇങ്ങനെ വീട്ടിൽ ഇടാനായിട്ട് ഈ 99 റുപ്പീസിന് അവിടെ ഈ സാധനങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചില സാഹചര്യത്തിൽ ഇതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇത് ബ്രേസ്ലെറ്റ് ആണെന്നും പറഞ്ഞിട്ട് കയ്യിലിടുന്ന ചെയിനാണെന്നും പറഞ്ഞിട്ട് ഞാൻ പോയി എടുത്തതാണ്. സംഭവം കാലിലിടുന്ന സാധനമായതൊക്കെ. അപ്പോൾ ഞാൻ പിന്നെ കാലിലൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് ഞാൻ കയ്യിലിട്ട് നോക്കിയിട്ട് ആലോചിക്കുക, ഇത് എന്താ ഇങ്ങനെ എന്തോ ഇത്രയും വലിയ ആനക്കൈയുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ. അതെ, എൻ്റെ കയ്യിലേക്കാളും വലിയ കൈയുള്ള ആൾക്കാരുണ്ടോ ഇതൊക്കെ ഞാൻ ആലോചിക്കുന്നത്. കണ്ടോ ഈ സാധനം ഞാൻ കൈയിടാൻ നല്ല രസമല്ലേ എന്ന് പറഞ്ഞിട്ട് വലിയ പോയി എടുത്തതാ. സംഭവം കാലിടുന്നതാണ്. പിന്നെ അവർ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതിൽ ഇങ്ങനത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്നും നോക്കാണ്ട് ചായക്ക് കൊള്ളാം ഞാൻ എടുത്തോണ്ട് എടുത്തതാ. പിന്നെ ഇങ്ങനത്തതാ ഈ കോട്ടൺ പാഡ്സ് മേക്കപ്പ് കിടന്ന് വൈപ്പ് ചെയ്യാം. മേക്കപ്പ് ചില വീഡിയോസ് എടുക്കുമ്പോൾ വൈപ്പ് ചെയ്യാൻ. ഇത് 79 റുപ്പീസിനാണ്. അവിടെ എല്ലാവർക്കും അറിയായിട്ട് ഒരുപാട് പേര് പണ്ടുമുതലേ സുഖിയുണ്ട്. എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ മേടിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ദിവസം ഈ ചെരുപ്പ്. ഈ ഒരു ചെരുപ്പിന് 299 വെക്കുന്നത്. അതായത് 300 ഉണ്ടോ. നല്ല രസമില്ലേ. നമുക്ക് അല്ലാതെ ഈ ബീച്ച് വൈപ്പ് ചെരുപ്പല്ലേ ഈ രസമല്ലേ. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെട്ടെന്നായിരിക്കും പിന്നെ സ്റ്റുഡിയോന്ന് ഞാൻ ഒരു 3-4 വർഷം മുമ്പക്കാലമാണ് പരിചയമുള്ള ഉപയോഗിച്ചത്. 3 വർഷം 2 വർഷം എപ്പോഴും. അപ്പോൾ ഇന്നലെ പോയപ്പോൾ ഞാൻ ഈ ഒരു ബോഡി മിസ്റ്റ് മേടിച്ചായിരുന്നു. ഇതിൻ്റെ മണം ഇത് 199 റുപ്പീസിന്. ഇതിൻ്റെ മണമെന്ന് പറയുമ്പോൾ എന്താ ഒരു വാനില അത്ര കണ്ടിട്ടില്ല. അത്രയ്ക്ക് വേണ്ടില്ല. പക്ഷേ ഒരു നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒന്നും ചുറ്റിട്ട് നോക്കാം. ഒരുപാട് നേരം നിൽക്കുന്നില്ല. പക്ഷെ നല്ല ആവശ്യത്തിന് നല്ലത് മാറും സാധനം. 199 നല്ലതാണ്. പിന്നെ ശരിക്കും മേടിച്ചത് എന്താ ഈ ഒരു സ്നീക്കേഴ്സ് വൈപ്പേഴ്സ് മേടിച്ചിട്ടുണ്ടാകും. ഈ ഇത് ഇപ്പം ഷൂ ഒക്കെ വൈറ്റ് ഷൂ ഒക്കെ ഉള്ളവർക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ യൂസ് ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഇങ്ങനെ ഒരു 49 റുപ്പീസിന് കിടന്നപ്പോൾ
എന്തായാലും ചൂട് പ്രത്യേകത നമുക്ക് വേണ്ടി വരും എടുത്തതാണ്. അപ്പം ഇത്രയും ഇപ്പോൾ എൻ്റെ ഈദിൻ്റെ ഷോപ്പിംഗ് വ്ളോഗ് ഇതൊക്കെയാണ്. ഈദിനാനും വന്ന് പോയിട്ട് ഫാൻ കാണുന്നുള്ളതാണ് സൗണ്ട് കേൾക്കുന്നത്. ഈദിനാനും വന്ന് പോയിട്ട് ഞങ്ങൾ മേടിച്ചോണ്ട് വന്നത് ഈ സാധനമൊക്കെയാണ്.